നമ്മളൊന്ന് വന്നിട്ട് നെല്ലിയമ്പതിക്കാണ്. നമ്മൾ പോയിരുന്ന ടൈം എന്ന് പറഞ്ഞാൽ അലാക്കിന്റെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. പക്ഷെ ഇപ്പൊ നിങ്ങൾ ആ വൈക്ക് പോകരുത്, അമ്മാരി ഡേഞ്ചർ ആണ്. നെല്ലിയമ്പതി ടൗണിൽ 1500-1600 നമുക്ക് ജീപ്പ് കിട്ടും. ഈ കാണുന്ന ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിൽ പെർ ഹെഡ് 50 റുപ്യയും ജീപ്പിന് 100 റുപ്യയും കൊടുക്കണം. നമുക്കതൊന്നും അറിയേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ ട്രാവൽ വിത്ത് ഐക്കോണിക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേജിന്റെ കൂടെയാണ് വന്നിട്ട് ഒക്കെ ഓല് നോക്കിക്കോളേ. ഓഫ് റോഡ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഓഫ് റോഡ്. ഓഫ് റോഡ് എന്ന് പറഞ്ഞപ്പോ തുപ്പലൊക്കെ പാടെ തെറിച്ചു. ഞാൻ ആദ്യമായിട്ടാണ് ഇമാരി ഒരു ഓഫ് റോഡിന് പോകുന്നത്. കുത്തിക്കുലുങ്ങിട്ട് കിഡ്നിയൊക്കെ പാടെ തലച്ചോറ് കയറിക്കണ്. ഒരു 2 സെക്കൻഡ് ഇട്ടോ, ഒന്ന് ആറ്റിറ്റ്യൂഡ് ഇടട്ടെ. ഇതാണ് മിന്നംപാറ. ഏതാ വൈബോ കണികള്. അവിടെ കുറച്ചേരം ഇരുന്ന് പിന്നെ ഞങ്ങൾ യാത്ര തുടങ്ങി. പിന്നെ നമ്മൾ പോയത് മാട്ടുമലയായിരുന്നു. ഇവിടെയാണ് അടിപൊളി. കോട കാരണം ഒരു കിണ്ടിങ് കാണണ്ടെന്നില്ല. കുറച്ചേരം 2 ഉണക്കമുന്തിരി സ്റ്റെപ്പ് ഇട്ട്. ഈ നിൽക്കുന്ന രണ്ടാൾ എന്താ ഉദ്ദേശിച്ച് നിച്ച് മനസ്സിലായില്ല. ഒന്നിനാത്ര പോകുന്ന മനുഷ്യന്മാരിൽ നിന്ന് കളിച്ചിട്ട് കളിയോ കണികൾ. അതാണ് ഈ സ്ട്രേഞ്ചേഴ്സ് ക്യാമ്പിന്റെ പ്രത്യേകത. വയസ്സും പ്രായമൊക്കെ നമ്മളെങ്ങനെ മറന്നിട്ട് പോകും. ഇതിൽ വന്ന മനുഷ്യന്മാരെ മുന്നേ ഒരു പരിചയമല്ല, പക്ഷെ ഇപ്പൊ ഒരു ഫാമിലി പോലെയാണ്. അവിടുന്ന് ഇറങ്ങി ചോറും കഴിച്ച് ഞങ്ങൾ പോയത് സീതാർകുണ്ട് വ്യൂ പോയിന്റ്. അവിടെ ഒരു മയത്ത് റെയിൻകോട്ട് നിന്ന് കണ്ണും കട്ടി നിർത്തിയാൽ മതി. ഇന്റെ പ്രശ്നങ്ങൾ ഓനോടും പറഞ്ഞു, ഓന്റെ പ്രശ്നങ്ങൾ ഇന്നോടും പറഞ്ഞു. തുറന്നു പറയാനുള്ള മടികാരനാണ് കണ്ണ് കെട്ടി. വ്യൂ പോയിന്റ് കണ്ട് ഞങ്ങൾ പോരുമ്പോ കണ്ട കാഴ്ചയാണ്. ഇന്നലെ വരെ ഒരു പരിചയമില്ലാത്ത ഓനിക്ക് മൂത്രയ്ക്കാൻ കൊട പിടിച്ചു കൊടുക്കാണ് ഓന്. ബാക്കി നാളെ.